കാരണം ഇതിലെ പിന്നെ കൊടുക്കുന്ന ഗിഫ്റ്റിന്റെ മൂല്യം അനുസരിച്ചിട്ടാണ് ഈ സ്നേഹം കൂടും കുറയും ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ജനറേഷൻ കുറ്റം, ഞങ്ങൾ നിങ്ങളുടെ ജനറേഷനെ സപ്പോർട്ട് ചെയ്യാണ്. നേരത്തെ പറഞ്ഞതുപോലെ സാധാരണക്കാരന് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ സാധാരണക്കാരന് ഈ രാജ്യത്ത് പ്രണയിക്കാൻ പറ്റാത്ത ഡേ ആണെങ്കിലും ഉണ്ടല്ലോ, എന്ത് ഡേ ആണെങ്കിലും അതിനുള്ളിലുള്ള ഒരു ഇമോഷൻസ്, ഫീലിങ്സ്, അതിനാണ് പ്രാധാന്യം. ഇപ്പൊ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഒരു കാമുകനും കാമുകയും ഇയാളൊന്ന് പോയി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അയാൾ ഒരു എക്സ്പെൻസീവ് ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തെന്ന് പറഞ്ഞിട്ട് വലിയ സന്തോഷമൊന്നും തോന്നണമെന്നില്ല. അപ്പോ ഇമോഷൻസിന് അതിൽ വലിയ പ്രാധാന്യം. അല്ലെ, കൊടുക്കുന്ന ഈ ഗിഫ്റ്റിന്റെ വലിപ്പം അനുസരിച്ചാണോ പ്രണയത്തിന്റെ തീവ്രത നമ്മൾ പരിശോധിക്കേണ്ടത്? എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. ഒരു സിനിമ മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് വളരെ ഡ്രൈ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഫാമിലി ഒരു നഗരത്തിന് നടുവിൽ വളരെ മൊണോട്ടണസ് ആയിട്ട് പോയി. ഞാൻ സിനിമയായിട്ട് കണക്ട് ചെയ്ത് പറയും. മുന്തിരിവള്ളി പോകാനാ താല്പര്യം. അങ്ങനെയൊന്നും പക്ഷെ ഞാൻ കുട്ടി ഏതൊരു ഡയറക്ടർ കണ്ടോണ്ടിരിക്കുന്നുണ്ട്, മിക്കവാറും നായികയാക്കാൻ സാധ്യതയുണ്ട്. അതിനകത്ത് ആ ഫാമിലി വളരെ ഡ്രൈ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന, ലൈക്ക് ആ ഭാര്യ ആയിക്കോട്ടെ വളരെ ഡിസാറ്റിസ്ഫൈഡ് ആയിരുന്നു ആ ഒരു ഫാമിലിയിൽ. അപ്പൊ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന് വന്നൊരു മാറ്റം, പിന്നീട് ആ ഭാര്യയോട് കുറച്ചുകൂടെ വളരെ സ്നേഹമായിട്ട് ഇടപഴകിയപ്പോ ഇറ്റ് വാസ് നോട്ട് അബൌട്ട് ദി ഗിഫ്റ്റ്സ്. ആ സിനിമ നിങ്ങൾ കണ്ടാൽ ശ്രദ്ധിക്കാം, ആ പെരുമാറ്റത്തിലുള്ള മാറ്റത്തിൽ ഇറ്റ് ഇവോൾവ് ഇൻ ടു സംതിങ് വെരി ബ്യൂട്ടിഫുൾ. അപ്പൊ അതേപോലെ മാറ്റം സംഭവിച്ചത് അല്ലല്ലോ, ഏത് ദിവസം വേണമെങ്കിലും മാറ്റം സംഭവിക്കാം. അപ്പൊ വാലന്റൈൻസ് ഡേ ഞാൻ പറയുന്നത് ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഈ ഒരു വേൾഡില് ചിലവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇത്തരം ദിവസങ്ങളാണല്ലോ. അപ്പൊ അതിന് എന്തുകൊണ്ട് ഇത്തരം ദിവസങ്ങൾ ഡിനൈ ചെയ്യുന്നു എന്നുള്ളത് നേരത്തെ ഞാനൊരു പോയിന്റ് പറഞ്ഞായിരുന്നു. നമ്മുടെ ഈ ഓണം വാരാഘോഷം നടക്കുമല്ലോ തിരുവനന്തപുരത്തൊക്കെ. അപ്പൊ ഈ ഓണം വാരാഘോഷം നടക്കുമ്പോൾ മിക്കവാറും എല്ലാ ആൾക്കാരും വൈകുന്നേരം ആകുമ്പം ഈ തെരുവിലിറങ്ങും. എല്ലാ കാര്യം ഇനിയിപ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ വാലന്റൈൻ ദിനത്തിൽ തന്നെ ആയിരക്കണക്കിന് കാമുകന്മാരും പ്രണയേശ്വരന്മാരും ഇങ്ങനെ ഇറങ്ങുന്നൊരു കാലം വരാനും സാധ്യത. ആ രീതിയിൽ ബിൽഡപ്പ് ചെയ്ത് പോവുക. കാര്യം ഒരു ദിവസം 7 ദിവസമായി. അപ്പോൾ ഇനി ടൂറിസം വാരാഘോഷം പറഞ്ഞ പോലെ ഈ വാലന്റൈൻ വാരാഘോഷം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാവുന്നതാണ്. വേണേൽ അതിന് ഭയങ്കര വിപണി മൂല്യമുണ്ട്, വലിയൊരു സാധ്യതയുണ്ട്. അല്ല, അതിന് വളരെ സാധ്യതയുണ്ട്, വലിയ സാധ്യതയുണ്ട്. അല്ലെ, ആർക്കെങ്കിലും വേണമെങ്കിൽ ഐഡിയ എടുക്കാം. അത് തെറ്റല്ല, അത് സമ്മതിച്ചാൽ മതി. മാർക്കറ്റിംഗ് ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. തെറ്റല്ല. അത് ഞാനൊരു കാര്യം പറയട്ടെ, ഇത് എല്ലാം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടല്ലോ. ഇത് വാലന്റൈൻസ് ഡേ മാത്രമല്ല കമ്പനികൾ അല്ലെങ്കിൽ ബ്രാൻഡുകൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. എല്ലാ സ്പെഷ്യൽ ഡേയ്സും എല്ലാ സ്പെഷ്യൽ ഒക്കേഷൻസും അത് അവരുടെ രീതിയിൽ ഓണത്തിന് ചെയ്യുന്നുണ്ടല്ലോ. എന്നാൽ പിന്നെ ഓണം ക്രിസ്മസിന് ചെയ്യുന്നുണ്ടോ? പിന്നെ ക്രിസ്മസ് മാർക്കറ്റിംഗ് മാത്രമാണ്. എന്നാൽ ക്രിസ്മസിന്റെ മാർക്കറ്റിംഗ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ആരാ നിങ്ങളോടൊക്കെ സാന്റാക്ലോസ് റെഡ് കളറാന്ന് പറഞ്ഞത്? ഏതോ കമ്പനിക്കാർ ഇറക്കിയ സാന്റാക്ലോസ് റെഡ് ആയിരുന്നു. എല്ലാവരും ഓർത്ത് സാന്റാക്ലോസ് കമ്പനികളുടെ അതെല്ലാം. ഇത് നമ്മൾ ആഘോഷിക്കുന്നത് ക്രിസ്മസ് ആണ്, നമ്മൾ ആഘോഷിക്കുന്നത് ജീസസ് ആണ്. ഇത് അതുപോലെ തന്നെ പ്രേമിക്കുന്നവരെ ആഘോഷിച്ചോട്ടെ. അതിന്റെ ഇടയ്ക്ക് കൊമേഴ്ഷ്യലൈസിങ് നല്ലതാണ്. അതിനകത്ത് തെറ്റൊന്നുമില്ല. എൻഡ് ഓഫ് ദ ഡേ ഇത് നമ്മുടെ എക്കോണമിയിലേക്ക് തന്നെ എത്തുന്നത്. പ്രണയം കൂടി ഉണ്ടാവണം. ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ട്, ഈസി സൊല്യൂഷൻ ഉണ്ട്. ഇവിടെ എത്ര പേര് 7 ദിവസം വേണ്ട, February 14th എത്ര പേര് ഇവിടെ വാലന്റൈൻസ് ഡേ ആഘോഷിച്ചിട്ടുണ്ട്? ഒന്ന് ആസ്വദിച്ച് ആഘോഷിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഇതിന്റെ ശാസ്ത്രീയതയാണ് പ്രശ്നം. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു ജീസസിന്റെ പറഞ്ഞു, മറ്റേ ക്രിസ്മസ് പറഞ്ഞു, അതിന് ഒരു ശാസ്ത്രീയത ഉണ്ട് അതിനകത്ത്. വാലന്റൈൻസ് ഡേക്ക് ശാസ്ത്രീയതയില്ല, അശാസ്ത്രീയമാണ് പൂർണ്ണമായിട്ട്. അതിന്റെ ശാസ്ത്രീയത ഇന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. മറിച്ച് ക്രിസ്മസ് അങ്ങനെയല്ല, ഓണം അങ്ങനെയല്ല. ഓക്കെ, ക്രിസ്മസ് 100% അഗ്രീങ് വിത്ത് യു. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരു കരോൾ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഞാൻ പറയാവുന്ന കരോള് പ്രോപ്പർ ബിസിനസ് ആണ്, ബിസിനസിന്റെ പ്രോപ്പർ സംശയമില്ല. അല്ലേ? ആണോ? അത് ഇതിന്റെ ഭാഗമല്ല, ക്രിസ്മസിന്റെ ഭാഗമല്ല. അത് ഇടക്കാലത്ത് കമ്മ്യൂണിസലൈസ് ചെയ്യപ്പെട്ട ചില ആളുകൾ വിളക്കിച്ചേർത്ത ചില സാധനമാണ്. അപ്പൊ അതിനൊരു ശാസ്ത്രം ഉണ്ടോ? ശാസ്ത്രമില്ല. പിന്നെ എന്തിനാ ചെയ്യുന്നത്? അതില് ഞാൻ പറയുന്നത് ഇവിടെ ഇത് നമ്മളാരും ഹിസ്റ്ററി നോക്കി വാലന്റൈൻ്റെ അന്ന് ജയിലിലിട്ട് പ്രേമിച്ച് അത് നോക്കിയിട്ടല്ല ചെയ്യുന്നത്. നമ്മുടെ ഒരു ഹാപ്പിനെസ്, നമ്മുടെ ഒരു സന്തോഷം. എനിക്ക് എന്റെ വാലന്റൈൻ എന്ത് ചെയ്യാം? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.